Looks like we're rigged up വെസലിലേക്ക് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. Moving forward and down, and then it will begin to lift the spacecraft out of the water and again into that Dragon nest that you see there on the recovery vessel. വളരെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യത്തിന്റെ രാജ്യത്തിന് ഇത് അഭിമാന നിമിഷമാണ്. നോക്കൂ, റിക്കവറി കപ്പലായ MV ഷാനന് വളരെ അടുത്തേക്ക് ശുഭാൻഷുവും സംഘവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും ബന്ധിപ്പിച്ചുകൊണ്ട് ആ മൊഡ്യൂളിൽ ആ ഗ്രേസ് പേടകത്തെ വലിച്ച് ആ MV ഷാനൻ കപ്പലിലേക്ക് കയറ്റാനുള്ള ശ്രമം, വീണ്ടെടുക്കാനുള്ള ആ പേടകത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആ മൊഡ്യൂളിൽ നിന്ന് ആ യാത്രികരെ പുറത്തേക്ക് എത്തിക്കുന്നത്. ഇന്നലെ മുതൽ അൺഡോക്കിംഗ് പ്രക്രിയ മുതൽ ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയി, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ നടത്താൻ സ്പേസ് എക്സിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു, അവരെ സംബന്ധിച്ച് ഇത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ലോകത്തിന് മുന്നിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ പ്രൊഫഷണലിസം എങ്ങനെയാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു തരികയാണ്. സാധാരണ സ്പ്ലാഷ് ഡൗൺ കൂടുതലും ഈ ചൈന അല്ലെങ്കിൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ലാൻഡിലാണ്, ഭൂമിയിലാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഓഷ്യനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് സ്പേസ് എക്സ്. ഒരു വലിയ, അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണ്. ഞങ്ങൾക്ക് വിജയകരമായി ഇങ്ങനെ ഒരു സ്വകാര്യ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു നേട്ടം. നേരത്തെ പരിശോധനയ്ക്ക് വേണ്ടി ആ മൊഡ്യൂളിന്റെ ആ പേടകത്തിന് മുകളിൽ കയറിയ ആ റെസ്ക്യൂ ടീമിലെ ഒരു അംഗം ഇപ്പോൾ തിരികെ ആ ബോട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. പേടകം MV ഷാനൻ കപ്പലിന്റെ വളരെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അഭിമാനകരമായ നിമിഷം. നമ്മൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ പേടകം തുറന്ന് ആ പേടകത്തിനകത്തുള്ള 4 യാത്രികർ, അത് ഗ്രൂപ്പ് കമാൻഡറായ പെഗ്ഗി ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാൻഷു ശുക്ലയുണ്ട്, സ്ലാവോസ് ഉണ്ട്, ടിബോർ ഉണ്ട്. ഈ 4 പേരുടെയും മുഖം ഒന്ന് കാണാനുള്ള കാത്തിരിപ്പാണ് ഇനി. വളരെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ MV ഷാനൻ കപ്പലിന്റെ, ആ റെസ്ക്യൂ കപ്പലിന്റെ വളരെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് ശുഭാൻഷുവും സംഘവും. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി ആ പേടകത്തെ ആ കപ്പലിലേക്ക് കയറ്റാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കാലിഫോർണിയയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കായിരിക്കും പ്രാഥമികമായ പരിശോധനകൾക്ക് വേണ്ടി. ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷനോ മറ്റോ ഉണ്ടോ, എന്തെങ്കിലും ഹ്യൂമൻ ഗ്യാസസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുപോവുക. ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും കൊണ്ടുപോവുക. അത് കഴിഞ്ഞായിരിക്കും പ്രത്യേക നിരീക്ഷണം ഉണ്ടാവുക. ആ പ്രത്യേക നിരീക്ഷണത്തിന് മുൻപ് ഒരു സ്വകാര്യ കപ്പലിലേക്ക് കയറ്റുകയാണ് ശുഭാൻഷുവും സംഘവും. സ്പ്ലാഷ് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കി. ആ സമുദ്രത്തിൽ നിന്ന് ഇപ്പോൾ ആ കപ്പലിലേക്ക്, റെസ്ക്യൂ കപ്പലിലേക്ക്, രക്ഷാ കപ്പലിലേക്ക് ആ മൊഡ്യൂളിനെ, ആ ഗ്രേസ് പേടകത്തെ, ഡ്രാഗൺ പേടകത്തെ കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലുള്ള ആ 4 യാത്രികർ 20 ദിവസമായി ഭൂമിയിൽ നിന്ന് പോയതാണ്. 14 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയ ആളുകൾ 20 ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ മടങ്ങി വരുന്നത്. 18 ദിവസത്തെ ദൗത്യം ബഹിരാകാശ നിലയത്തിൽ പൂർത്തിയാക്കി. മൊത്തം 20 ദിവസം ഭൂമിയിൽ നിന്ന് മാറി നിന്ന് അവർ ഇപ്പോൾ മടങ്ങി വരികയാണ്. ഇപ്പോൾ കപ്പലിലേക്ക് ആ പേടകം, ഡ്രാഗൺ, സ്പേസ് എക്സിലെ ഡ്രാഗൺ ഗ്രേസ് പേടകം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ക്രൂ മൊഡ്യൂളിനകത്താണ് നമ്മുടെ 4 യാത്രികർ ഉള്ളത്. അവരുടെ മുഖം കാണാനുള്ള കാത്തിരിപ്പാണ്. ഇനി ശുഭാൻഷുവിന്റെ ആ മുഖം കാണാനുള്ള കാത്തിരിപ്പാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു അത്രയും ദൈർഘ്യമേറിയ ഒരു യാത്രയായിരുന്നു. 22.5 മണിക്കൂർ നീണ്ട മടക്ക യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ അതിന്റെ അടുത്ത ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ആ മൊഡ്യൂൾ, ആ പേടകം ഇപ്പോൾ വിജയകരമായി തന്നെ റെസ്ക്യൂ ചെയ്തെടുത്തിട്ടുണ്ട്. MV ഷാനൻ കപ്പലിലേക്ക് ഡ്രാഗൺ ഗ്രേസ് പേടകം ഇപ്പോൾ പൂർണ്ണമായും കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പേടകം തുറക്കണം, യാത്രികരെ പുറത്തേക്ക് എത്തിക്കേണ്ടത്. അത് കഴിഞ്ഞായിരിക്കും പ്രത്യേക നിരീക്ഷണമൊക്കെ ഉണ്ടാവുക. സ്പേസ് എക്സിന്റെ ലോഗോ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനി ഒരു ഡ്രാഗൺ പേടകം നിർമ്മിക്കുന്നില്ല എന്ന് സ്പേസ് എക്സ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് പുനരുപയോഗം, വീണ്ടും ഉപയോഗിക്കാൻ കഴിയും ഞങ്ങൾക്ക് ഈ പേടകങ്ങളും അതോടൊപ്പം തന്നെ റോക്കറ്റുകളും എന്ന് അവർ ഓരോ തവണയും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്. Now, once the hatch is opened, that will be the Axiom 4 crew's first breath of fresh air since boarding Falcon 9 at the start of their mission on June 25th. And that will be an exciting moment for the crew, I know. തമാശയോടുകൂടി സ്പേസ് എക്സിന്റെ ആളുകൾ പറയുന്ന കാര്യം, ഇപ്പോൾ ജൂൺ 25-നാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ജൂൺ 25-ന് പുറപ്പെട്ടു. ജൂൺ 26-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയത്. അതായത് 20 ദിവസത്തിന് ശേഷം ഒരു ഫ്രഷ് എയർ അവർക്ക് ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ പേടകം തുറക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ റിട്ടേൺ, ആക്സിയം 4 ദൗത്യത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ആ 4 പേരുടെയും മുഖം ഒന്ന് കാണുകയാണ്. ശുഭാൻഷുവിന്റെ മുഖം കാണണം നമുക്ക്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് തന്നെയാണ്. എന്തായാലും ശുഭാൻഷുവിന്റെ ശുഭയാത്രയ്ക്ക് ശുഭപര്യവസാനമാണ്. എല്ലാ ഘട്ടങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കി ഇപ്പോൾ അവർ മടങ്ങി വന്നിരിക്കുകയാണ്. പേടകം ഇപ്പോൾ
സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രേസ് പേടകം റിക്കവറി ഷിപ്പിലേക്ക് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. MV ഷാനൻ കപ്പലിന്റെ അകത്താണ് ഇപ്പോൾ ഈ പേടകമുള്ളത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ 4 യാത്രികരെയും ഇതിൽ നിന്ന് പുറത്തിറക്കേണ്ടതുണ്ട്. Sniff or leak checks and then covering the thruster locations prior to ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല, അമേരിക്കയുടെ പിഗ്ഗി ഹിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ്, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ, ഈ 4 പേരുമാണ് ഈ പേടകത്തിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ അവർ നടത്തിയ പരീക്ഷണങ്ങൾ, അതിന്റെ സാമ്പിളുകൾ, അവർ നടത്തിയ ഗവേഷണങ്ങളുടെ ഡിജിറ്റൽ റെക്കോർഡുകൾ, ഇതെല്ലാം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. 433 മണിക്കൂർ, അതായത് 18 ദിവസം നീണ്ട ദൗത്യമായിരുന്നു. അത് പൂർത്തിയാക്കി ഇപ്പോൾ മടങ്ങി വരികയാണ്. മടക്കയാത്ര 22 മണിക്കൂറും 30 മിനിറ്റും ദൈർഘ്യമേറിയ മടക്കയാത്രയായിരുന്നു. എല്ലാം ശുഭകരമായി അവസാനിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടു കൂടിയുള്ള രക്ഷിതാക്കളുടെ മുഖങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. മാക്സിയം 4 ദൗത്യം അത് വിജയകരമായി 60 പരീക്ഷണങ്ങളാണ്, 60 ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തണം, അതായിരുന്നു ലക്ഷ്യം. ആ 60 എണ്ണവും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയാണ് മടക്കയാത്ര എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ശുഭാൻഷുവിനെ കോടികൾ ചെലവഴിച്ചു ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കി എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഗഗൻ 2027 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗഗൻയാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യയുടെ മുദ്ര, നമുക്ക് സ്വന്തമായൊരു ഭാരതീയ സ്റ്റേഷൻ വേണം, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചുവട് വെക്കുകയാണ് ഇസ്രോ. അപ്പോൾ അതിന് വളരെ നിർണായകമാണ് ശുഭാൻഷുവിന്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ശുഭാൻഷു ചെലവഴിച്ച ഈ 18 ദിവസങ്ങൾ.